ശ്രീ ജിൻഷാദ് ജിന്നാസ്, ഇതിനകത്ത് ഇന്നത്തെ ആ സമരം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പോലീസ് വളരെയധികം സംയമനമായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് പലതവണ പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്. ഷീൽഡ് അടിച്ചു പൊട്ടിക്കുന്നു, പോലീസിന് നേരെ ആക്രമണം നടത്തുന്നു, കല്ലെറിയുന്നു. ഒരു SI ആണെന്ന് തോന്നുന്നു അല്ലേ, SIക്ക് പരിക്ക് പറ്റുന്നു, മുഖത്തുകൂടി ചോര ഒഴുകുന്നു. എന്നിട്ട് പോലും സംയമനം പാലിച്ചു. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്രമത്തിന്റെ പാതയിലേക്ക് വരും, അങ്ങനെ വരണം എന്ന ഒരു മുൻവിധിയോട് കൂടി തന്നെ വന്നതാണല്ലോ. അത് ഇന്നത്തെ ആ സമരത്തിന്റെ ഓരോ നിമിഷവും കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. പക്ഷേ ഇതിനു ശേഷം ശ്രീ EP ജയരാജന്റെ ഒരു പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. സതീഷിനുള്ള ഒരു മുന്നറിയിപ്പാണ്, ഇങ്ങനെ തിരിച്ചടിക്കാൻ വന്നു കഴിഞ്ഞാൽ പുറം കാണിച്ചു കൊടുക്കുന്നവരല്ല മറുഭാഗത്തുള്ളത് എന്ന്. അപ്പോൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ശ്രീ മഞ്ജുഷ, ഞാൻ താങ്കളുടെ നല്ല ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയാം. അതിനു മുന്നേ എൻ്റെ സഹപാനലിസ്റ്റായിട്ടുള്ള ശ്രീ അസ്കർ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ കേവലം ഒരു പ്രതീകാത്മകമായി ഒരു കരിങ്കൊടി സമരത്തിന് 5-10 പേരുമായി വരുമ്പോൾ അതിനെ ഗറില്ല മോഡൽ സമരം എന്നൊക്കെയാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത്. ഞാൻ ഈ വിനയത്തോടെ ഈ അസ്കറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാലത്ത് MV രാഘവനെയും K കരുണാകരനെയും കണ്ണൂരിൻ്റെ മണ്ണിലിട്ട് ആക്രമിച്ച് കലാപമുണ്ടാക്കി ആക്രമിച്ച് സമരകോലാഹലത്തിൻ്റെ പേരിൽ അവിടെ 4 രക്തസാക്ഷികളുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഷിബുലാലും മധുവും അതുപോലെ റോഷനും ബാബുവും ഉൾപ്പെടെ 4 രക്തസാക്ഷികൾ. ഇന്നും അതിലൊരു ജീവിക്കുന്ന രക്തസാക്ഷിയുണ്ട്, സഖാവ് പുഷ്പൻ. ആ പുഷ്പനും ഈ പറയുന്ന ബാബുവും മധുവും റോഷനും ഷിബുലാലും എല്ലാം ഗറില്ല സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അസ്കറെ, ഒരു കാലം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ K കരുണാകരൻ്റെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടിക്കടന്ന അന്നത്തെ DYFIയുടെ നേതാവ്, ഇന്നത്തെ കേരളത്തിൻ്റെ ഈ ജനസദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്ന രഥയാത്രയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സഖാവ് P രാജീവ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ഗറില്ല സമരത്തിൻ്റെ ഭാഗമായിരുന്നോ? അദ്ദേഹം ആത്മഹത്യാ സ്ക്വാഡായിരുന്നോ DYFIയുടെയും SFIയുടെയും? അപ്പോൾ അസ്കറെ, നിങ്ങളിടുമ്പോൾ ബർമൂടയും ബാക്കിയുള്ളവരിടുമ്പോൾ വള്ളിക്കളസം എന്ന മെത്തേഡൊക്കെ കയ്യിൽ 8 മടക്കി കയ്യിൽ വെച്ചാൽ മതി അസ്കറെ. പിന്നെ അസ്കർ ഈ ജനാധിപത്യ ക്ലാസ്സും അല്ലെങ്കിൽ ഇവിടുത്തെ സമാധാനത്തിനെ കുറിച്ചുള്ള ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് എടുക്കരുത്. കാരണം ഒരു കാലത്ത് താങ്കൾ എറണാകുളം ലോ കോളേജിലും മഹാരാജാസിലേക്ക് SFI DYFI ഗുണ്ടാ പണിക്ക് നേതൃത്വം കൊടുത്ത ഒരു മഹാനാണ്. ഇപ്പോൾ താങ്കൾ ഇച്ചിരി വിനയത്തോടെ അല്ലെങ്കിൽ വിനയം അഭിനയിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ചർച്ച കാണുന്ന പലവർക്കും അല്ലെങ്കിൽ മഞ്ജുഷ് ഉൾപ്പെടെയുള്ളവർക്ക് കാര്യം മനസ്സിലാവില്ലായിരിക്കും. പിന്നെ ഞാൻ അസ്കറിനോട് ഒരു കാര്യം പറയാം. ഈ DYFIക്കാർ ഇപ്പോൾ ഞങ്ങളെ കൊല്ലത്ത് ഉൾപ്പെടെ ആക്രമിക്കാൻ വന്നവരുണ്ട്. ഞങ്ങൾ അവരെ തിരിച്ചടിച്ചിട്ടുമുണ്ട്. തിരിച്ചടിയെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ഒരു പ്രതിരോധം മാത്രമാണ് ഞങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും മാത്രമാണ് ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചിട്ടുള്ളൂ എന്നൊരു സത്യമുണ്ട്. കാരണം ഞങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ജനാധിപത്യ രീതിയിൽ വിരലിലെണ്ണാവുന്ന ആളുകളുമായി ഒരു പ്രതീകാത്മകമായി ഒരു കരിങ്കൊടി സമരം നടത്തുമ്പോൾ ആ സമരത്തെ എറണാകുളത്ത് ഉൾപ്പെടെ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എറണാകുളത്തെ പാർട്ടിയുടെ ശക്തി വെച്ചിട്ട് DYFIക്കാരനെ മുട്ടിന് അടിക്കാൻ പറ്റുമെന്ന് അസ്കറിന് എന്നേക്കാൾ നന്നായി ബോധ്യമുള്ള ആളാണ്. പക്ഷെ ഞങ്ങൾ അത് കണ്ണടച്ചു. കാരണം ഈ ഒരു കേരളത്തിൻ്റെ ക്രമസമാധാനം തകർത്ത് കളയരുത് എന്ന ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായി. പക്ഷെ നിങ്ങളുടെ അഹങ്കാരവും ധിക്കാരവും, നിങ്ങൾ മുഖ്യമന്ത്രി മറ്റേ പരസ്യമായി പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ധിക്കാരത്തോടെയും അഹങ്കാരത്തോടെയും ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കും ഗൺമാന്മാർക്കും ഒത്താശ പാടിക്കൊടുക്കുകയാണ്. വീണ്ടും വീണ്ടും ഈ ജീവൻ രക്ഷാ പ്രവർത്തനം തുടരുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങും. ഞാൻ അസ്കറിനോട് ഒരു കാര്യം കൂടി പറയാം. ഇന്നലെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന DYFIയുടെ കൊല്ലത്തെ നേതാവ്, അദ്ദേഹം ഗുണ്ടാ ലിസ്റ്റിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒട്ടനവധി ക്രിമിനൽ കേസുകളുണ്ട്. ഒന്നാം തരം നൊട്ടോറിയസ് ക്രിമിനലുകളാണ് DYFIയുടെ നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കന്മാരാണ് ഈ അക്രമത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. കായംകുളത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിമോൻ അരക്ക് താരെ ശരീരം ഇല്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ഒറ്റക്ക് നിന്നുകൊണ്ട് ഒരു കരിങ്കൊടി കാണിച്ചപ്പോ തെമ്മാടിത്തരമല്ല DYFIക്കാരൻ ബാക്കിലൂടെ വന്ന് ഇന്ന് ഈ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നത്. ആ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തിയത്. നാണിപ്പിക്കുന്നതാണ് നിങ്ങളെ അസ്കർ. DYFIക്കാർ തൊഴിച്ചതാണ് അംഗപരിമിതനായ ചെറുപ്പക്കാരനെ. അസ്കർ, താങ്കളുടെ മറുപടി, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് DYFI ചെയ്യുന്നത്. പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒറ്റക്ക് നിന്ന് കരിങ്കൊടി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ അവന്റെ ബാക്കിൽ നിന്ന് വന്നിട്ട് ചാടി ചവിട്ടിയ ആ തെമ്മാടി കൂട്ടങ്ങളെയൊക്കെ ഒത്താശ പാടിക്കൊടുക്കാൻ അസ്കറിന് ഉളുപ്പില്ല. അസ്കറെ, ഞാൻ ഒരു കാര്യം അസ്കറിനോട് പറഞ്ഞേക്കാം. ഞങ്ങളുടെ ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇവിടെ ഗുണ്ടകളെയൊക്കെ ഇറക്കി വിട്ട് ഇവിടെ ഞങ്ങളെ അങ്ങോട്ട് ആക്രമിച്ച് ഇല്ലാതാക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ അസ്കർ സാറെ, താങ്കൾ
നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, മഹാത്മാഗാന്ധി ദണ്ഡി യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി മാത്രമല്ല ഞങ്ങളുടെ നേതാവ്, ഈ രാജ്യത്ത് RSSനെ നിരോധിച്ച ഇന്ത്യയുടെ ഒന്നാമത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും ഒരു കാലത്ത് വെള്ളപ്പട്ടാളത്തിന് മുന്നിൽ ആൻഡമാൻ നിക്കോബാറിലെ റോസ് ഐലൻഡിൽ ബ്രിട്ടീഷുകാരുടെ ഭരണസിരാ കേന്ദ്രത്തിന് ജപ്പാന്റെ സഹായത്തോടെ ബോംബ് വിക്ഷേപിച്ച് അവിടെ കൃത്യമായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തീക്ഷണമായി ഇടപെടൽ നടത്തിയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസും ഈ രാജ്യത്ത് എക്സ്ട്രീമിറ്റുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ബാൽ ഗംഗാധർ തിലകും കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെന്ന് അസ്കർ ഒന്ന് മനസ്സിലാക്കി. ഗറില്ല ആക്രമണമായിരുന്നു യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടിയുമായി വന്നപ്പോൾ നടത്തിയതെന്ന് അംഗപരിമിതനായ ഒരു ചെറുപ്പക്കാരൻ നടത്തുന്നത് ഗറില്ല ആക്രമണമാണെന്നൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു അഡ്വക്കേറ്റ് BN ഭാസ്കർ താങ്കളെ പോലുള്ളവർക്ക്? ആ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിച്ചത്. മഞ്ജുഷെ, ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം